ഇലഞ്ഞി പഞ്ചായത്തിൽ മുത്തോലവരം ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിന്റെ ഉദ്ഘാടനം പിറവം MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചു. മുത്തോലവരം ആരോഗ്യ കേന്ദ്രം അത് NHM ഫണ്ട് വിനിയോഗിച്ചാണ് ഇപ്പോൾ നവീകരിച്ചിരിക്കുന്നത്. 7 ലക്ഷം രൂപയാണ് നമുക്ക് ലഭിച്ചത്. ആ തുക വിനിയോഗിച്ചുകൊണ്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. പെരുമ്പടം ഭാഗത്തെ ആരോഗ്യ ഉപകേന്ദ്രവും ഇതേ നിലയിൽ നവീകരിച്ച് 2 വർഷം മുമ്പാണ് അത് പൂർത്തിയായത് ഞാൻ ഓർക്കുന്നു. നമുക്ക് പിറവം നിയോജകമണ്ഡലത്തില് NHM ഫണ്ടുകൾ ലഭിക്കുന്നത് പരമാവധി യൂട്ടിലൈസ് ചെയ്ത് ഏറ്റവും മാക്സിമം അതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേക ശ്രദ്ധ എന്ന് കേന്ദ്രീകരിക്കുന്നു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ മീറ്റിങ്ങുകൾ കൂടുമ്പോൾ എന്റെ അവലോകനം നടത്തുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമാണ്. കാരണം വളരെ പരിമിതമായ തുകയാണ് നമുക്ക് ലഭിക്കുന്നത്. കിട്ടുന്ന തുക പൂർണ്ണമായി യൂട്ടിലൈസ് ചെയ്തെടുക്കുക എന്നതാണ്. ഇന്നും ഇതിവിടെ വരുമ്പോൾ ഇലഞ്ഞിയുടെ ഒരു പ്രദേശത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഏതാണ്ട് 4ഓളം വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ആരോഗ്യ ഉപകേന്ദ്രമായി നിലനിൽക്കുകയാണ്. ഇവിടെ 300ഓളം രോഗികൾ വരുന്ന കാര്യം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ ജോസഫ് സൂചിപ്പിച്ചു. അത് നമ്മുടെ പഞ്ചായത്തിൽ നിന്നും കോട്ടയം ജില്ലയിൽ നിന്നും ഒക്കെ ഉള്ളവര് കടന്നു വരുന്ന ഒരു ആശുപത്രിയാണ്. യഥാർത്ഥത്തിൽ അത് CHC ആയി ഉയർത്തേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു എന്നത് വാസ്തവമാണ്. പക്ഷെ ഇപ്പോൾ FHSC എന്ന നിലയിലാണ് കാണുന്നത്. FHSC എന്ന് പറയുന്ന പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഇപ്പോൾ ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കത് CHC ഗ്രേഡിലേക്ക് ആശുപത്രികൾ വരണം. പക്ഷെ CHC ഗ്രേഡിലേക്ക് വരണമെന്ന് ഞാൻ പറയുമ്പോൾ CHC ഗ്രേഡിലുള്ള ആശുപത്രികൾക്ക് CHC പാറ്റേണിലുള്ള സ്റ്റാഫ് സ്ട്രെങ്ത് ഇപ്പോഴും ഇല്ല. പല സ്ഥലങ്ങളിലും രോഗികൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു എന്നുള്ള വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിക്കാറില്ല. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CHC പാറ്റേണിലേക്കുള്ള സ്റ്റാഫ് സ്ട്രെങ്ത് ഉണ്ടാവണം. CHC എന്ന് പേരെ കാണത്തുള്ളൂ, CHC സ്റ്റാഫ് പാറ്റേൺ ഉണ്ടാവില്ല. പിറവത്ത് താലൂക്ക് ആശുപത്രി ഞാൻ MLA ആയി 2011-12 വരുമ്പോൾ അവിടുത്തെ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പോലും ഇല്ല. അതായത് സൂപ്രണ്ട് തസ്തിക പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ സൂപ്രണ്ടിനെയാണ് ആദ്യം നിയോഗിച്ചത്. ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ എന്ന നിലയിൽ താലൂക്ക് ആശുപത്രിക്ക് സൂപ്രണ്ട് ഉണ്ടാവണം, ഒരു പോസ്റ്റ് ഉള്ളതാണ്. ആ പോസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഒരാളും ഉണ്ടായിരുന്നില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ആശാ സനൽ മുഖ്യ പ്രഭാഷണം നടത്തി. ഈ 4 വാർഡിലെ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഒരുപാട് നല്ലൊരു ദിവസമാണ്. നവീകരിച്ച 7 ലക്ഷം രൂപ വെച്ച് നവീകരിച്ച ആയുഷ്മാൻ ആരോഗ്യ മന്ദിരം അതിന്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട MLA നിർവഹിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതി തന്നെയാണ് ഉണ്ടായിരുന്നത്. പ്രീതിയുടെ നേതൃത്വത്തിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ട് അതിപ്പോ 2 ഫാമിലി ഹെൽത്ത് സെന്റർ ആണെങ്കിലും 2 സബ് സെന്ററുകളാണെങ്കിലും അതോടൊപ്പം തന്നെ ആയുർവേദ ഡിസ്പെൻസറി അതുപോലെ ഹോമിയോ ഡിസ്പെൻസറി എല്ലാത്തിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് പഞ്ചായത്തിന്റെ ഫണ്ടുകൾ എല്ലാ വർഷവും വിനിയോഗിക്കുവാനായിട്ട് പ്രത്യേക ശ്രദ്ധ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നൽകാറുണ്ട്. അത് തന്നെയാണ് ലഭിച്ച തുക വെച്ച് സമയബന്ധിതമായി തന്നെ ഇതിന്റെ ഒരു നവീകരണം നടപ്പിലാക്കാനായിട്ട് പഞ്ചായത്തിന്റെ നേതൃത്വം സാധിച്ചു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 വരെ ആഴ്ചയിൽ 6 ദിവസവും ഇവിടെ സേവനങ്ങൾ ലഭ്യമാണ്. 36 ഇനം മരുന്നുകൾ, 10 ലാബ് പരിശോധനകൾ, MLSP നഴ്സിന്റെ സേവനം, ഫീൽഡ് തല ക്ലിനിക്കൽ സേവനങ്ങൾ, പ്രഥമ ശുശ്രൂഷ, ഡിസ്ചാർജ് ചെയ്ത രോഗികളുടെ തുടർ പരിചരണം, സ്വാന്തന പരിചരണം, ജീവിതശൈലി രോഗങ്ങളുടെ കണ്ടെത്തൽ, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ക്യാൻസർ സ്ക്രീനിംഗ്, കൗൺസിലിംഗ്, RCS സേവനങ്ങൾ തുടങ്ങി നിരവധി സേവനങ്ങൾ ഇവിടെ നിന്ന് ലഭ്യമാകും. NHMന്റെ 7 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ MB ജോസഫ്, ഷേർലി ജോയ്, ജിനി ജിജോയ്, ജയശ്രീ സനൽ, സുരേഷ് ജോസഫ്, സുമോൻ ചെല്ലപ്പൻ, സുജിത സദൻ, ഹെൽത്ത് സൂപ്പർവൈസർ ഷിജു TK, തെരേസ സെബാസ്റ്റ്യൻ, ഡോക്ടർ ചന്ദന ശേഖർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.